ഷൈനെ പോലെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള നടന്മാര് എത്ര കണ്ട് സഹിക്കാനായിട്ട് മലയാള സിനിമയ്ക്ക് പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സിനിമാ സെറ്റിൽ എന്ന് പറയുന്നത് തൊഴിലിടമാണ്, ഇവരുടെ വിനോദ കേന്ദ്രമല്ല. അവിടെ വന്നിരുന്ന് ഈ തൊഴിലെടുക്കുന്നതിനിടയ്ക്ക് ലഹരി ഉപയോഗിക്കുന്നു. ആ ലഹരി ഉപയോഗിച്ചിട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. എങ്ങനെ ധൈര്യം വരുന്നു എന്നുള്ളതാണ്. പോലീസ് പരിശോധനയില്ലേ? ഈ ഹോട്ടലിലേക്ക് പോലീസ് വരുന്നത് തന്നെ ഒരു മുഖ്യ ലഹരി ഇടപാടുകാരൻ, ലഹരി കച്ചവടക്കാരൻ അവിടെ ഉണ്ട് എന്ന വിവരം കിട്ടിയിട്ടാണ്. അപ്പോൾ ഇയാളുടെ കൂടെ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ആ റൂമിലുണ്ടായിരുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു മേക്കപ്പ് മാനാണ്, ഒരു മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അവിടെ നിന്ന് ഇവർ ഇറങ്ങി ഓടുക. അങ്ങനെ ഇറങ്ങി ഓടാൻ അവിടെ റൂമിൽ നിന്ന് ലഹരി ഒന്നും കിട്ടിയിട്ടുമില്ല, ഈ അന്വേഷിച്ച് വന്ന ആളെയും കണ്ടില്ല. പക്ഷെ അങ്ങനെ ഇറങ്ങി ഓടുന്നെങ്കിൽ ഒരു കാര്യവുമില്ല, ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ കൈവശം ലഹരി ഇല്ല, ഞാൻ സൂക്ഷിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഓടേണ്ട കാര്യമില്ല. അപ്പൊ ഇതെന്തോ ഇതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് ഒളിവിൽ പോകുന്നു. എന്തിനായി ഒളിവിൽ പോകുന്നു? അപ്പോൾ വിൻസിയുടെ പരാതിയിൽ കഴമ്പുണ്ട്, അതിന്റെ പേരിൽ ഒരു അറസ്റ്റ് ഉണ്ടായേക്കാം, പരാതി കൊടുക്കുകയാണെങ്കിൽ ക്രിമിനൽ നടപടി പോലീസ് എടുത്തേക്കാം, ഇങ്ങനെ ഒരുപാട് ഭയമുണ്ട്.